നമസ്കാരം. പ്രധാന വാർത്തകൾ. തച്ചമ്പാറ പഞ്ചായത്തിലെ സാമ്പത്തിക തിരിമറി. താൽക്കാലിക ജീവനക്കാരിയും ഭർത്താവും ബന്ധുവായ സ്ത്രീയും അറസ്റ്റിൽ. 12 ലക്ഷത്തിലധികം രൂപയാണ് താൽക്കാലിക ജീവനക്കാരിയായിരുന്ന വിദ്യ തിരിമറി നടത്തി ഭർത്താവിന്റെയും ബന്ധുവിന്റെയും അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഡോളർ മാറ്റ കച്ചവടത്തിൽ പങ്കാളിയായ വിളയൂർ പഞ്ചായത്ത് അംഗം ടി.പി. റാഫി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ. നിയമവിരുദ്ധ പ്രവർത്തനമാണ് റാഫിയും സംഘവും നടത്തിയതെന്നും കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന രക്ഷിതാക്കളുടെ പരാതി. ആരോപണം തള്ളി ആശുപത്രി സൂപ്രണ്ടിന്റെ അന്വേഷണ റിപ്പോർട്ട് നഗരസഭയ്ക്ക് സമർപ്പിച്ചു. കുട്ടിയോട് യാതൊരുവിധ ചികിത്സാ നിഷേധവും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ചെർപ്പശ്ശേരിയിൽ വാഹനാപകടം. പിക്കപ്പ് ബൈക്കിൽ തട്ടിയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരംപാറ സ്വദേശി മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. മുണ്ടൂർ തൂതാപാതയിലായിരുന്നു അപകടം. പി.കെ. ശശിയുടെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. സംഘടനയുടെ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് അമ്പലപ്പാറയിൽ തുറന്നു. അധികം വൈകാതെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനമുണ്ടാകുമെന്ന് പി.കെ. ശശി. വിശദമായ വാർത്തകൾ നോക്കാം. തച്ചമ്പാറ പഞ്ചായത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയ സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരിയും ഭർത്താവും ബന്ധുവും അറസ്റ്റിൽ. പഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിദ്യ, ഭർത്താവ് ചൂരിയോട് പറമ്പിൽ രാമകൃഷ്ണൻ, ബന്ധു സുശീല എന്നിവരെയാണ് കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി വിദ്യ പഞ്ചായത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. 2025 ഏപ്രിൽ 16 മുതൽ 2026 മാർച്ച് 28 വരെയുള്ള കാലയളവിൽ ഈ ഗ്രാമസ്വരാജ് പോർട്ടലിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ നിന്ന് അനുവദിച്ച തുകയിൽ നിന്ന് 12,90,580 രൂപ തട്ടിയെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും അറിയാതെ പാസ്വേഡും യൂസർ നെയിമും ഡിജിറ്റൽ സിഗ്നേച്ചറും ഉപയോഗിച്ച് 17 തവണകളായി രാമകൃഷ്ണന്റെയും സുശീലയുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് കേസ്. 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് തിരിമറി ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ തുക വിദ്യയുടെ ഭർത്താവിന്റെയും ബന്ധുവിന്റെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് പഞ്ചായത്ത് സെക്രട്ടറി കല്ലടിക്കോട് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. ഡോളർ മാറ്റ കച്ചവടത്തിൽ പങ്കാളിയായ വിളയൂർ പഞ്ചായത്ത് അംഗം ടി.പി. റാഫി മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അംഗം അസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗിനായി ഇന്ത്യൻ രൂപ ഡോളറാക്കി മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ആക്രമിച്ച് പണം തട്ടിയ കേസിലെ പരാതിക്കാരിൽ ഉൾപ്പെട്ട വിളയൂർ പഞ്ചായത്ത് അംഗം കോൺഗ്രസിലെ ടി.പി. റാഫി മെമ്പർ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്. റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പണമാണ് നഷ്ടമായത്. പണം അപഹരിച്ചവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തിവരുന്നുണ്ട്. എന്നാൽ നിയമവിരുദ്ധമായാണ് റാഫിയും സംഘവും പണമിടപാടിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നുമാണ് ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം മെമ്പർ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 1-ാം വാർഡ് കോൺഗ്രസിന്റെ മെമ്പറായിട്ടുള്ള മുഹമ്മദ് റാഫി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡോളർ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കേരളത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മെമ്പർ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ആ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തൃപ്രയാറിൽ ഇന്നലെ നടന്നിട്ടുള്ള ഈ വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ അറിയാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നുള്ള തെരഞ്ഞെടുപ്പിൽ വിളയൂരിനകത്ത് കോടിക്കണക്കിന് രൂപ UDF അന്നവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്നേ ഞങ്ങൾ ആരോപണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പറഞ്ഞതാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ടവർ ഏത് പാർട്ടിക്കാരാണെന്നും അന്വേഷണം നടത്തണം. ഡിവൈഎഫ്ഐയിലോ CPMലോ ഉൾപ്പെട്ടവർ ഉണ്ടെങ്കിലും നടപടി ഉണ്ടാവും. നിലവിൽ പഞ്ചായത്ത് അംഗം ഇത്തരം സംഭവങ്ങളിൽ ചെന്നുപെടുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും നേതാക്കൾ പറഞ്ഞു. വിദേശ നാണ്യങ്ങളുടെ വിനിമയം നടത്താൻ പാടില്ല എന്നുള്ള ശക്തമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്
ഡോളർ ആയിക്കോട്ടെ മറ്റേത് വിദേശ നാണ്യമായിക്കോട്ടെ. അങ്ങനെയുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്തിനകത്ത് പറയപ്പെടുന്ന കണക്കുപ്രകാരമാണെങ്കിൽ 16 ലക്ഷം രൂപ ഇവർ കൊണ്ടുപോകുന്നു, അത് ഡോളറാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. ഈ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ആ പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. അതും ഒരു യുവാവായിട്ടുള്ള ജനപ്രതിനിധി. ഈ ജനപ്രതിനിധി, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പൊതുസമൂഹത്തില് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആളുകൾക്ക്, വെളയൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, നമ്മൾ പൊതുസമൂഹത്തിനെല്ലാം തന്നെ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ കേസുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായ കേസുകൾ ഇപ്പോൾ പല ഭാഗങ്ങളിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ MN സുദീപ്, അർജുൻ, വിനീത് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. താഴേക്കോട് പഞ്ചായത്തിലെ മരം കൊള്ള വിഷയം ആരോപണ വിധേയനായ 17-ാം വാർഡ് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കരിങ്കലത്താണിയിൽ നടന്ന പ്രതിഷേധം മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളിലെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ ആരോപണ വിധേയനായ 17-ാം വാർഡ് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി കരിങ്കല്ലത്താണി ടൗണിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ പത്മനാഭൻ അധ്യക്ഷനായി. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹുസൈൻ വിഷയം അവതരിപ്പിച്ചു. മരം കൊള്ള നടന്നതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിയോട് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട റിപ്പോർട്ടിലും 17-ാം വാർഡ് മെമ്പറെയും അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷത്തെയും കൂട്ടിച്ചേർക്കുവാനുള്ള നിരവധി തെളിവുകളാണ് അതിലുള്ളത്. അവിടെയും തീർന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്ത മൊഴിയിലും ഇത് ആവർത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒരു കാരണവശാലും ഈ മരം കൊള്ളയിൽ നിന്ന് ഇടതുപക്ഷത്തിനോ അവരെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർക്കോ ഒഴിഞ്ഞു മാറാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ പഴുതടച്ചുകൊണ്ടാണ് മൊഴികളും തെളിവുകളും ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു A4-ൽ വിവരാവകാശ നിയമപ്രകാരം പഞ്ചായത്തിൽ ഒരു A4-ൽ എഴുതി കൊടുത്താൽ ലഭ്യമാകും. അപ്പൊ അതുകൊണ്ട് ഈ മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും CPM-ന് ഇടതുപക്ഷത്തിന് രക്ഷ കിട്ടാൻ പോകുന്നില്ല. അവർ ഏത് തലം വരെ പോയി കഴിഞ്ഞാലും ഈ തെളിവുകൾ തേച്ചു മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി S അബ്ദുസലാം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ്, കോൺഗ്രസ് നേതാവ് കൂരി അസീസ്, മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി PT സക്കീർ, പഞ്ചായത്ത് UDF കോർഡിനേറ്റർ MT അഫ്സൽ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഫത്താഹ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉബൈദ് ആക്കാടൻ, KK ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയ 7 വയസ്സുകാരന് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന രക്ഷിതാക്കളുടെ ആരോപണം തള്ളി ആശുപത്രി സൂപ്രണ്ട് നഗരസഭാ ചെയർപേഴ്സൺ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കുട്ടിയോട് യാതൊരുവിധ ചികിത്സാ നിഷേധവും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രിക്ക് നേരിട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് വിശദീകരണം തേടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാടിയംകുളം ചെറുകാട്ടുപുലം സ്വദേശികളായ നിതീഷ് രേഷ്മ ദമ്പതികളുടെ മകന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച വരുത്തി എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു അന്വേഷണം. കഴിഞ്ഞ 11-ന് അർദ്ധരാത്രിയിലാണ് പനി കൂടിയതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് രാവിലെ കുട്ടിയെ ശിശുരോഗ വിദഗ്ധയെ കാണിച്ചതിന്റെ മരുന്നുകൾ രക്ഷിതാക്കളുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്നും ആ മരുന്നുകൾ കഴിക്കാൻ നിർദ്ദേശിച്ച് മടക്കി അയക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. അതേസമയം ആശുപത്രിയിൽ എത്തിയതിനു ശേഷം കുട്ടിക്ക് ഛർദി ഉണ്ടായിട്ടും ഡോക്ടർ അവഗണിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിന് ശേഷം താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമികാന്വേഷണം നടത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സൂപ്രണ്ട് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ MLAയ്ക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടും ഇതുവരെ അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കുട്ടിയുടെ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. ചെറുപ്പശ്ശേരി കാക്കാത്തോടിന് സമീപം പിക്കപ്പ് ബൈക്കിൽ തട്ടിയുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരംപാറ
മുറിച്ചിറ വീട് മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി 12:30യോടെയായിരുന്നു അപകടം. 2 വാഹനങ്ങളും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പിക്കപ്പ് തട്ടി വീണ് ഗുരുതരമായി പരിക്കേറ്റ അജ്മലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയാണ് മുഹമ്മദ് അജ്മൽ. PK ശശിയുടെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. സംഘടനയുടെ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് അമ്പലപ്പാറയിൽ തുറന്നു. അധികം വൈകാതെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് PK ശശി പറഞ്ഞു. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അമ്പലപ്പാറയിൽ നടന്നു. സംഘടനയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PK ശശി പുതിയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാകാൻ ഒരുങ്ങുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും DMFന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ഇതിന്റെ തുടർച്ചയായി അധികം വൈകാതെ തന്നെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും PK ശശി അറിയിച്ചു. അജിത് കുമാർ അധ്യക്ഷനായി. DMF ജില്ലാ സെക്രട്ടറി TM ഹരിദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംഘടനയുടെ ഭാവി പരിപാടികളെക്കുറിച്ചും പ്രാദേശിക വികസന ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹം ചടങ്ങിൽ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി മധു, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും നിരവധി പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായി. തൂതാക്കുളപ്പട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ P. ജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളമായി പൂർണ്ണമായും തകർന്നുകിടക്കുന്ന നാലാലുംകുന്ന് മുതലുള്ള 2 കിലോമീറ്റർ ഭാഗം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നാലാലുംകുന്നത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം P. ജയൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നഗരസഭയുടെ കണ്ണു തുറപ്പിക്കുക എന്നുള്ള ധർമ്മം നിർവഹിക്കേണ്ടത് ഈ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോഴാണ് നഗരസഭ ചെയർപേഴ്സൺ ഇന്ന് വൺ ന്യൂസ് പോലെ, ചെർപ്പുളശ്ശേരി വാർത്ത പോലെയൊക്കെയുള്ള മാധ്യമങ്ങളിൽ കൂടെ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇത് BJPയുടെ രാഷ്ട്രീയ നാടകമാണ് എന്ന് ആക്ഷേപിക്കുന്ന ബഹുമാനപ്പെട്ട ഈ ചെയർപേഴ്സൺ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് രാഷ്ട്രീയ മെഗാ സീരിയലാണ് ഈ ചെയർപേഴ്സൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP കാറൽമണ്ണ ഏരിയ പ്രസിഡന്റ് വിപിൻ പുളിങ്ങര അധ്യക്ഷനായി. സംസ്ഥാന കൗൺസിൽ അംഗം K. ഹരിദാസ്, ഏരിയ ജനറൽ സെക്രട്ടറി K. വിനീഷ്, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് രാംദാസ് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ KT വിശാഖ് മനു, P. ബാലസുബ്രഹ്മണ്യൻ, V. ഗോപാലകൃഷ്ണൻ, V. കൃഷ്ണദാസ്, K. പ്രകാശ്, N. കവിത എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചപ്പനിയുടെ ഭാഗമായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ K. പ്രേംകുമാർ MLA മുൻകൈയെടുത്ത സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പകർച്ചപ്പനി വ്യാപകമായ കരിമ്പുഴയിൽ നിരവധി പേർ പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലാണ്. ആരോഗ്യരംഗത്ത് ഗൗരവമേറിയ സാഹചര്യം നിലനിൽക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും നാടിന് ആത്മവിശ്വാസം നൽകാനുമായിട്ടാണ് K. പ്രേംകുമാർ MLAയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലെ 5 ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. കൂടാതെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ രോഗനിർണയ പരിശോധനയും നടന്നു. ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് സൗജന്യമായി അലോപ്പതി മരുന്നുകളും വിതരണം ചെയ്തു. മെഡിക്കൽ ക്യാമ്പ് രാവിലെ 9-ന് MLA ഉദ്ഘാടനം ചെയ്തു. EMS സഹകരണ ആശുപത്രിയുടെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ എല്ലാം ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രതിനിധിയായി ഇവിടെ സംസാരിക്കുന്ന ശ്രീ ജോബിൻ ജേക്കബ്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ധന്യ ഡോക്ടർ, EMS സഹകരണ ആശുപത്രിയിൽ നിന്ന് ഈ ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ഡോക്ടർമാർ, സ്റ്റാഫ്, ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൊതുപ്രവർത്തകർ, നമ്മുടെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ,
നമ്മുടെ ട്രോമ കെയറുമായി ബന്ധപ്പെട്ട് താഴെ നിന്ന് ഒരൽപ്പം പ്രയാസമൊക്കെ ഉള്ളവരെ സഹായിക്കാനും ഗവൺമെന്റ് വിജയത്തിനുമായിട്ടെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള വളണ്ടിയർമാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞവര്, വളരെ പെട്ടെന്ന് നാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് പൊതുവിൽ പടർന്നു പിടിച്ചിട്ടുള്ള പനിയുടെ പശ്ചാത്തലത്തിൽ 3 ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇത്ര തീവ്രമായ പ്രശ്നമുണ്ടായ ഒരു സ്ഥലം ആ നിലയിൽ നമ്മുടെ ശ്രദ്ധയിലില്ല. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ AK ഷീലാദേവി, കരിമ്പുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സൈതലവി, മൈമൂനത്ത് സാദിഖ്, വാർഡ് മെമ്പറായ M ചന്ദ്രമോഹനൻ, ബാലകൃഷ്ണൻ, മല്ലിക, നസീമ ഷൗക്കത്ത്, കോട്ടപ്പുറം PHCയിലെ മെഡിക്കൽ ഓഫീസർ ധന്യ SP, പഞ്ചായത്ത് സെക്രട്ടറി രാജശ്രീ, ജോബിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രോമ കെയർ ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ യൂണിറ്റിൽ നിന്നുള്ള 6 വോളണ്ടിയർമാർ ക്യാമ്പിലെത്തുന്ന രോഗികൾക്ക് സഹായമേകി. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നത് ഒഴിവാക്കാൻ നിർമ്മിക്കുന്ന മേൽനടപ്പാലത്തിന്റെ നിർമ്മാണം പാതിവഴി. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ സ്റ്റേഷനിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും യാത്രക്കാർ പാളം മുറിച്ചു കിടക്കുന്നത് കാരണം ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് മേൽനടപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്തായി നിലവിൽ ഒരു മേൽനടപ്പാലമുണ്ട്. എന്നാൽ നിരവധി യാത്രക്കാർ ദിവസവും റെയിൽവേ സ്റ്റേഷൻ ഓഫീസിനോട് ചേർന്നുള്ള ഭാഗത്തെ റെയിൽവേ പാളത്തിലൂടെ മുറിച്ചു കടക്കുന്നത് പതിവാണ്. എളുപ്പത്തിൽ FCI ഡിപ്പോ റോഡിലൂടെ പ്രധാന റോഡിലേക്ക് എത്തുന്നതിനാണ് യാത്രക്കാർ പാളം മുറിച്ചു കടക്കുന്നത്. ട്രെയിനിൽ വന്നെത്തുന്ന യാത്രക്കാർ കൂട്ടമായാണ് ഈ പാളം കടന്നു പോകുന്നത്. അശ്രദ്ധയോടെ പാളം മുറിച്ചു കടക്കുമ്പോൾ അപകടങ്ങൾക്ക് വഴിവെക്കും. ഈ ഭാഗത്ത് മേൽനടപ്പാലം നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഇരുമ്പുകാലുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോവുകയാണ്. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ 19.62 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയത്. ഇതിൽപ്പെട്ട പദ്ധതിയായിട്ടും മേൽനടപ്പാലം നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്ന സ്ഥിതിയാണ്. മേൽനടപ്പാലം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം മലപ്പുറം ജില്ലാതല പരിപാടി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കൊട്ടക്കുന്നിലാണ് യോഗാ ദിനാചരണ പരിപാടികൾ നടന്നത്. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടിയാണ് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്നത്. ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ മലപ്പുറം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ യോഗ അസോസിയേഷൻ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഈസ് വെൽത്ത്. പക്ഷേ ആ ഹെൽത്ത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ജീവൻ ശൈലിയുടെ ഭാഗമായിട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓഫീസ് വേസ്റ്റ് വർക്ക്. നമുക്ക് എല്ലാ സമയത്ത് കസേരയിലിരിക്കും. ദാറ്റ് ലീഡ്സ് ടു എ ലോട്ട് ഓഫ് ഫിസിക്കൽ സ്റ്റാഗ്നേഷൻ. നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആയാൽ പിന്നെ ഇവിടെ കൂടുതൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ചലഞ്ചസ് ഉണ്ട്. സോ ഐ തിങ്ക് യോഗ അതിൻ്റെ വേണ്ടി ഒരു ആൻസറാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വളരെ മികച്ച രീതിയിൽ യോഗയുടെ ഒരു മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നാഷണൽ ആയുഷ് മിഷനിൻ്റെ ഭാഗമായ ജില്ലാ സ്പോർട്സ് കൗൺസിൽ, നമ്മുടെ യോഗ അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ അത് എനിക്ക് വളരെ സന്തോഷമാണ്. സോ ഈ നമുക്ക് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഐ തിങ്ക് ദ ബെസ്റ്റ് വേ ടു celebrate yoga day is by doing yoga rather than giving a long speech here. So I won't talk much. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഋഷികേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസ്ലു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A ഷിബുലാൽ, ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി MV വാസുണ്ണി, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷാനവാസ് തയ്യിൽ, ജില്ലാ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ C സുമേഷ് എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ V പ്രസീത, TP ധനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 350ഓളം പേർ പങ്കെടുത്ത മാസ് യോഗ സെഷനും തുടർന്ന് യോഗ അസോസിയേഷൻ അംഗങ്ങളുടെ ആർട്ടിസ്റ്റിക് യോഗ, നാഷണൽ ആയുഷ് മിഷൻ ഇൻസ്ട്രക്ടേഴ്സിന്റെ യോഗ സ്കിറ്റ് എന്നിവയും അരങ്ങേറി.
ഇതോടൊപ്പം മേലാറ്റൂർ, അരീക്കോട്, അന്നപൂർണ എന്നീ യോഗ ക്ലബ്ബുകളിലെ അംഗങ്ങൾ അവതരിപ്പിച്ച യോഗ ഡാൻസും അരങ്ങേറി. ജൂൺ 21 യോഗാ ദിനത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ശ്രീഭദ്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് യോഗ സംഗമം നടത്തി. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീമതി ഡോക്ടർ ആഗ്നസ് തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ 8:30 എത്തി. അപ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തുന്ന ഉദ്യോഗസ്ഥർ വളരെ താല്പര്യപ്പെടുത്തും, വളരെ മുൻഗണന നൽകിയും ഇത്തരം പരിപാടികളുടെ ഭാഗമായി ഇതിനെല്ലാം ഈ ചടങ്ങിന്റെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പങ്കെടുക്കുന്നതിന് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് മുഖ്യാതിഥിയായി. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഗോപകുമാർ കല്ലാട്ട് യോഗാ സന്ദേശം സോദാഹരണ ക്ലാസോടെ അവതരിപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ CV അനിത, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VC ഉണ്ണികൃഷ്ണൻ, KK ലിനി, മെമ്പർമാരായ C ഓമന, N വിദ്യാലക്ഷ്മി, MK ദ്വാരകാനാഥൻ, ലതാ സുരേഷ്, AN ദൃശ്യ, VTB കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ തേജസ് S നമ്പൂതിരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S അനിജ, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ S സഞ്ജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ യോഗ പ്രദർശന പരിപാടിയും ഉണ്ടായി. പെരിന്തൽമണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസിൽ റേഷൻ കാർഡിൽ തരം മാറ്റാത്തത് കാരണം സാധാരണക്കാർ ഏറെ ദുരിതത്തിലാകുന്നതായി പരാതി. പൊതുജനങ്ങളിൽ നിന്ന് വലിയ തുക പിഴ ഈടാക്കുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കൽ തിരുവനന്തപുരത്തെത്തി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന് പരാതി നൽകി. കാർഡിൽ തരം മാറ്റാത്തത് കാരണം നിയമങ്ങളും നടപടിക്രമങ്ങളും വ്യക്തമായി അറിയാത്ത സാധാരണക്കാരാണ് കൂടുതലായും ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പെരിന്തൽമണ്ണ സപ്ലൈ ഓഫീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. തുടർന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീർ കറുമുക്കിൽ പരാതി നൽകി. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് വിഷയം വിശദമായി ബോധ്യപ്പെടുത്തി. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മന്ത്രി അനൂപ് ജേക്കബ് അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെടാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പട്ടികവർഗ വകുപ്പിന്റെ ഭക്ഷ്യക്കിറ്റ് കാത്തിരിക്കുന്ന കുമരമ്പത്തൂർ പുല്ലൂന്നി ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകി സാമൂഹ്യ പ്രവർത്തകൻ N ബഷീർ. ഉന്നതിയിലുള്ളവരുടെ പ്രയാസം മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞാണ് കോട്ടപ്പാടം സ്വദേശി ബഷീർ സഹായം എത്തിച്ചത്. കിട്ടിട്ട് ഇത്തിരി കാലായി, ഞങ്ങൾക്കല്ലാതെ ഇവിടുന്ന് ചാറ് കിട്ടുന്നു. നമ്മളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നാലല്ലേ ഞങ്ങൾക്ക് ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിക്കാൻ തിന്നാൻ. ഉന്നതിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 1000 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് നൽകിയത്. ഉന്നതിയിലുള്ളവരുടെ പ്രയാസം അറിഞ്ഞപ്പോൾ വിഷമം തോന്നിയെന്നും വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ എന്നും ബഷീർ പറഞ്ഞു. ന്യൂസ് കേട്ടു, ഈ കുടുംബത്തിന് ഇങ്ങനെ പട്ടിണിയിലാണ്, അവർക്ക് കിറ്റൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ കൊടുക്കുന്ന രീതിയിലുള്ള വരാൻ സാധ്യത ഉള്ളതൊക്കെ കാത്തിരിക്കുക എന്നല്ലാതെ. അപ്പോൾ ഈ വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അത് ആലോചിച്ച് എൻ്റെ വകയായിട്ട് ഇവർക്ക് ഒരു കിറ്റ്, ഒരു 10-13 സാധനങ്ങളടങ്ങുന്ന ഒരു ചെറിയൊരു കിറ്റ് സന്തോഷത്തിന് വേണ്ടി ഇവർക്ക് ഒരാഴ്ച 10-12 ദിവസത്തെ പലർക്ക് സാധനങ്ങളുണ്ട്. ഇവരുടെ 1-2 സുഹൃത്തുക്കളുണ്ട്, അവർ മാത്രമേ ഉള്ളൂ, അല്ല പ്രത്യേകം ഒന്നുമില്ല. കൂട്ടായ്മ എന്ന് പറയാം. ഏറെക്കാലത്തിന് ശേഷമാണ് ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നതെന്നും തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്നും ഉന്നതി നിവാസികൾ പറഞ്ഞു. മഴക്കാലമായതോടെ പണി കുറവായതും പ്രയാസമായി. കിറ്റ് കിട്ടിയത് ഏറെ സഹായകരമായെന്നും അവർ പറഞ്ഞു. റേഷൻ കാർഡിലത്തെ അരി മാത്രമേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് ഒരു മാസത്തിന് തികണില്ല. ഇവിടുന്ന് കടയിൽ മേടിച്ചിട്ട് കടം മേടിച്ചിട്ട് പിന്നെ അത് കൊടുക്കാനും കഴിയില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നു? പണിക്ക് പോയാലല്ലേ പണി ഉണ്ടെങ്കിൽ. ഞങ്ങളൊക്കെ ഇനി എത്ര കാലം പണിയെടുക്കും സാറേ? അപ്പം ഇങ്ങനെയൊക്കെ പാസ്സായി കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാനും കട്ടൻ ചായ കുടിക്കാനും ചോറൊന്നെടുത്ത് കഞ്ഞി കുടിക്കാനും ആവുള്ളൂ. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സഹായിച്ച
അല്ല, ഞങ്ങൾ ഈ വീട്ടിൽ കുത്തിരിക്കണു. ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടണു? ഇപ്പൊ നമ്മൾ കൊണ്ടുവരുത്താന്ന് ഞങ്ങൾക്കൊരു സന്തോഷമായി. നല്ല പോലെ കട്ടൻ ചായ കുടിക്കും. ഇനി ഇതോടെ കരിയും കൂടി കിട്ടാത്തൊരു സന്തോഷാ. ചോറുണ്ണെടുത്ത് കഞ്ഞതിൽ കുടിക്ക, അതും കുട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം. ഭക്ഷ്യപോഷക സുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഉന്നതികളിൽ പട്ടികവർഗ വകുപ്പ് കിറ്റുകൾ നൽകുന്നുണ്ട്. വർഷത്തിൽ 4 തവണയാണ് കിറ്റ് നൽകുന്നത്. വകുപ്പിന്റെ കിറ്റ് വിതരണത്തിനുള്ള കണക്കെടുപ്പ് ആരംഭിച്ചിട്ടേയുള്ളൂ. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് ഇവർക്ക് ബഷീർ സഹായം എത്തിച്ചത്. 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത സെന്റിനറി കോൺഫറൻസിന്റെ ഭാഗമായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ രചനയായ കിതാബ് അടിസ്ഥാനമാക്കി ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്ന നാട്ടു ദർസ് പദ്ധതിക്ക് പട്ടാമ്പി സോണിൽ തുടക്കമായി. വല്ലപ്പുഴ ചെമ്മൻകുഴി ഞാളച്ചിറക്കുളം ദാറുൽ ഉലൂം മദ്രസയിൽ വെച്ചായിരുന്നു സോൺതല ഉദ്ഘാടനം. ലോകമെമ്പാടുമുള്ള 33 രാജ്യങ്ങളിലെ 8000-ലധികം കേന്ദ്രങ്ങളിലായി 5 ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുക്കുന്നതാണ് ഈ ബൃഹത് വൈജ്ഞാനിക സംരംഭം. പട്ടാമ്പി സോൺതല ഉദ്ഘാടനം വല്ലപ്പുഴ ചെമ്മൻകുഴി ഞാളച്ചിറക്കുളം ദാറുൽ ഉലൂം മദ്രസയിൽ വച്ച് സമസ്ത പാലക്കാട് ജില്ലാ ട്രഷറർ NK സിറാജുദ്ദീൻ ഫൈസി നിർവഹിച്ചു. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള ആളുകളോട് കാരുണ്യം കാണിക്കുന്നവരാകണം. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? വലിയ കാശ് കൊണ്ടാവില്ല, ചിലപ്പോൾ ശരീരം കൊണ്ടേ കാലം. നമ്മുടെ വണ്ടിയിലേക്ക് വണ്ടി ഉണ്ടാവില്ല, നമുക്ക് വണ്ടി ഉണ്ടാവും. ആ വണ്ടിയിൽ ഒരു രോഗികളെ കൊണ്ടാകാൻ, അല്ലെങ്കിൽ ഒരാളിങ്ങനെ നമ്മളിങ്ങനെ വൈകുമ്പോൾ പോകുമ്പോൾ ഒരാളെ നടന്നു പോകേണ്ട ഒരാളെ ബാക്കിൽ കയറ്റി, അത് റഹ്മത്താണ്. അങ്ങനെ എന്തെല്ലാം എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, മറ്റു ജീവികൾക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നവരാവണം എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കടുത്ത സ്വഭാവം, ഈ ഹൃദയം അങ്ങനെ കടികട്ടിയായിട്ട് ഒരു അരിവില്ലാതെ എപ്പോഴും ഒരു ക്രൂരമായ മനസ്സോടുകൂടെ പെരുമാറുന്നവരുണ്ടാവും. എങ്കിലും ഒരിക്കലും നമ്മൾ അതപ്പതിക്കാൻ പാടില്ല. എപ്പോഴും ഹൃദയത്തിന്റെ അരിവുമാണ്, മനസ്സരിവ്. എല്ലാവരോടും, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അയൽപക്കക്കാരോടും. നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടാക്കിയാൽ എന്തെങ്കിലുമൊക്കെ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചു, ആയിഷ വെള്ളം കൂട്ടിക്കോ കരയിൽ കൊടുക്കാറുണ്ട്. SYS പട്ടാമ്പി സോൺ ദവ പ്രസിഡന്റ് KP അബ്ദുൽ ഗഫാർ അസ്നി അധ്യക്ഷത വഹിച്ചു. പഴയകാലത്ത് പ്രൗഢമായ ദർസ് സമ്പ്രദായത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിൽ 7500-ലധികം ഉസ്താദുമാരുടെ നേതൃത്വത്തിലാണ് 30 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ ആഗോളതലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പട്ടാമ്പി സോണിൽ 61 യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ദർസ് നടക്കും. ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ സെക്രട്ടറി NP അലി സയദി വല്ലപ്പുഴ, SYS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി UA റഷീദ് അസരി എന്നിവർ പ്രഭാഷണം നടത്തി. അബ്ദുൽ ഖാദർ അൽ ഹസനി, അജ്മൽ ഹാദി, അബ്ദുറഹ്മാൻ ഹാജി, അബ്ദുള്ള ആദനി, സുഹൈൽ പാലം തുടങ്ങിയ പ്രസ്ഥാനിക നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ചെർപ്പളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്നേഹ സാഗരം എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മാങ്ങോട് ആശ്രയ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി തൃക്കടിരി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ആർദ്രം പ്രസിഡന്റ് കേശവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് PT ആമുഖ പ്രസംഗം നടത്തി. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ KT ഉദ്ബോധന പ്രസംഗം നടത്തി. CPIP കോർഡിനേറ്റർ ഹാഷിം മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആർദ്രം സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് PK, പ്രദീപ് കൂറ്റനാട്, മുഹമ്മദ് അലി, അൻസാരി മാസ്റ്റർ, VP ഹുസൈൻ, ഐഷ ബീവി, ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിലർമാരായ ഹാരിസ്, സാബിറ KT, SK ശ്രീകുമാർ, അലി മാട്ടര, വാസുദേവൻ PK തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ആർദ്രം ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു. നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വേറൊരു സഹജീവിയോട് കാരുണ്യം ചെയ്യുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതം ജനിച്ച മുതൽ മരണം വരെ ജീവിച്ചു പോവുക, അല്ലെങ്കിൽ മരണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി. അങ്ങനെയല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാവണം, അതുപോലെ തന്നെ മറ്റുള്ള ഒരു വ്യക്തിയെ കൂടി അതിന്റെ കൂടെ പരിചരിക്കുക എന്ന ആ ഒരു കർത്തവ്യം കൂടി ഞാൻ ഏറ്റെടുത്താൽ അപ്പോഴാണ് ഞാനൊരു മനുഷ്യനാവുന്നത്, അല്ലെ? അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കാരുണ്യമേറി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി
നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിന്റെ കീഴിൽ സർജറി ചെയ്തവർക്കായി ഒരുക്കിയ ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി. ഒരിക്കലും കളിക്കളത്തിലേക്ക് തിരികെ എത്തില്ലെന്ന് ഉറപ്പിച്ച കായിക താരങ്ങളാണ് മത്സരത്തിൽ ബുട്ടണിഞ്ഞത്. സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിലുള്ള വിങ്ങാണ് ഇവരെ പരിചരിച്ചിരുന്നത്. കളിക്കളത്തിൽ നിന്ന് എല്ലിന് പരിക്ക് പറ്റിയാലും അതേ ശക്തിയിൽ വീണ്ടും കളത്തിലിറങ്ങാൻ കഴിയുന്ന നൂതന ചികിത്സാ സംവിധാനമാണ് കിംസ് അൽഷിഫയിൽ ഉള്ളത്. ഫ്രാൻസിലെ ഫിഫ അംഗീകൃത കേന്ദ്രത്തിൽ നിന്നും സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിലുള്ള വിങ്ങാണ് ഇതിനായി സജ്ജമായിട്ടുള്ളത്. 13 വർഷത്തിനുള്ളിൽ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങൾ ഇതിനകം ചികിത്സ തേടി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സർജറിക്ക് ശേഷവും ഭയമില്ലാതെ വീണ്ടും കളിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് ഈ മത്സരത്തിലൂടെ ഉദ്ദേശിച്ചതെന്ന് ഡോക്ടർ അബ്ദുള്ള ഖലീൽ പറഞ്ഞു. ഈ ഒരു സർജറീസും ഒക്കെ ചെയ്തുകൊണ്ട് തിരിച്ച് രണ്ടാമത് കളിക്കളത്തിൽ ഇറങ്ങുന്ന അവരുടെ ഒരു ഹാപ്പിനെസ് ഒന്ന്. രണ്ടാമത്തത് എന്ന് വെച്ചാൽ വളരെ കുറച്ച് പ്ലെയേഴ്സൊക്കെ കുറച്ച് ആളുകളൊക്കെ ഇതിൽ വളരെ കുറവാണെങ്കിൽ പോലും അവർക്ക് ഇതേപോലെ രണ്ടാമത് കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമോ, അവർക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ സംശയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലത്തെ കാണുമ്പോൾ അവർ ഗെറ്റ് ഇൻസ്പയർഡ്. പിന്നെ അതേപോലെ തന്നെ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, അതേപോലെ കളിച്ച് സർജറി എന്താ പറയുക, സർജറിക്ക് മുമ്പ് തന്നെ ചിന്തിച്ചിട്ട് ചിലർ കളിക്കാൻ സർജറിക്കൊന്നും വരാത്തവർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വരാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇവർ ഈ നല്ല കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ്. ലോകകപ്പ് ആവേശം അലതല്ലുന്ന ഈ വേളയിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, ബ്രസീൽ ടീമുകളുടെ പ്രതീകാത്മക മത്സരമാണ് നടന്നത്. തന്റെ രോഗികളെ ടീമുകളാക്കി തിരിച്ച് സ്പോർട്സ് സർജൻ നടത്തുന്ന ഈ മത്സരം കൗതുക കാഴ്ചയാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. സ്പോർട്സ് സർജൻ അദ്ദേഹം സർജറി ചെയ്ത രോഗികളെ ടീമുകളാക്കി ഒരു പക്ഷേ ലോകത്താദ്യത്തെ മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു പുതുമയായി ഞാൻ അതിനെ കാണുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഖലീൽ, അദ്ദേഹം ഈ 4 വർഷത്തിനിടയിൽ 300-ലേറെ രോഗികളുടെ സ്പോർട്സിനിടയിൽ പരിക്കേറ്റ അതേറെ ഫുട്ബോളായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫുട്ബോൾ പ്ലെയേഴ്സായിട്ടുള്ള ആളുകളുടെ പരിക്കേറ്റവരുടെ സർജറി നടത്തിയ ഒരു ഡോക്ടറാണ് അദ്ദേഹം. സർജറി നടത്തിയ ഈ 300-ലേറെ വരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഏറ്റവും നല്ല ഫുട്ബോളർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 2 ടീം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കിംസ് അൽഷിഫയിൽ ഒട്ടനവധി കായിക താരങ്ങളുടെ സർജറി ഡോക്ടർ അബ്ദുള്ള ഖലീൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഫുട്ബോൾ കളിക്കാരുടേതാണ്. എല്ലാ മേഖലയിലും പെരിന്തൽമണ്ണ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അതിൽ നിർണായക പങ്ക് നജീബ് കാന്തപുരം MLAക്കും ഉണ്ടെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ P. ഉണ്ണീൻ പറഞ്ഞു. നജീബ് സാഹിബ് അല്ലാതെ വേറൊരാളെ നമുക്ക് MLA ആയിട്ട് നമ്മൾക്ക് നോക്കണം. അത്രയും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങിയ ഒരു MLA ആണ് എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടും. അദ്ദേഹത്തിൻ്റെ ഇന്നലെ അത് പിന്നെ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഇത് ഓറാടമ്പാലം ബൈപ്പാസ് നമ്മളെ ബഡ്ജറ്റിൽ വന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടിയിട്ട്. വലിയൊരു സന്തോഷമുള്ള കാര്യം അല്ലേ? അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം കരിങ്കല്ലത്താണി സൈക്കോ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സോക്കർ ഫെസ്റ്റ് നടന്നത്. ഓങ്ങല്ലൂർ മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ യോഗ ദിനാചരണവും പ്രത്യേക വ്യായാമ പരിപാടിയും സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂരിൽ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് കോർഡിനേറ്റർ സെയ്തലവി അധ്യക്ഷത വഹിച്ചു. ക്ലബിന്റെ സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിത്യേനയുള്ള വ്യായാമ മുറകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ട്രെയിനർമാരായ ദിനു പട്ടാമ്പി, ഉസ്മാൻ മാട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. അലിക്കുട്ടി വരമംഗലത്ത്, മഹേഷ് നായർ, അഫ്സൽ പൊയിലൂർ, സാജിദ് എന്നിവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ, കാരക്കാട്, പട്ടാമ്പി, തീരദേശം, പൊയിലൂർ എന്നീ സെന്ററുകളിൽ നിന്നുള്ള നിരവധി മെക്സവൻ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു.
SDBI സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി എലിയപ്പറ്റ ചളവറ റൂട്ടിലുള്ള പാറക്കുളം ശുചീകരിച്ച് പ്രവർത്തകർ. പ്രദേശവാസികൾ ഏറെക്കാലമായി നേരിട്ടിരുന്ന കുളത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം നടത്തിയത്. കുളത്തിൽ വളർന്നു കിടന്ന പുല്ലുകളും ജലസസ്യങ്ങളും മാലിന്യങ്ങളും പ്രവർത്തകർ നീക്കം ചെയ്താണ് ശുചീകരണം നടത്തിയത്. സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തിയാണ് സ്ഥാപക ദിനത്തിൽ പ്രവർത്തകർ കുളം ശുചീകരിക്കാൻ രംഗത്തിറങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തച്ചമ്പാറ പഞ്ചായത്തിലെ സാമ്പത്തിക തിരിമറി. താൽക്കാലിക ജീവനക്കാരിയും ഭർത്താവും ബന്ധുവായ സ്ത്രീയും അറസ്റ്റിൽ. 12 ലക്ഷത്തിലധികം രൂപയാണ് താൽക്കാലിക ജീവനക്കാരിയായിരുന്ന വിദ്യ തിരിമറി നടത്തി ഭർത്താവിന്റെയും ബന്ധുവിന്റെയും അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഡോളർ മാറ്റ കച്ചവടത്തിൽ പങ്കാളിയായ വിളയൂർ പഞ്ചായത്ത് അംഗം TP റാഫി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ. നിയമവിരുദ്ധ പ്രവർത്തനമാണ് റാഫിയും സംഘവും നടത്തിയതെന്നും കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന രക്ഷിതാക്കളുടെ പരാതി. ആരോപണം തള്ളി ആശുപത്രി സൂപ്രണ്ടിന്റെ അന്വേഷണ റിപ്പോർട്ട് നഗരസഭയ്ക്ക് സമർപ്പിച്ചു. കുട്ടിയോട് യാതൊരുവിധ ചികിത്സാ നിഷേധവും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ചെർപ്പളശ്ശേരിയിൽ വാഹനാപകടം. പിക്കപ്പ് ബൈക്കിൽ തട്ടിയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം കാഞ്ഞിരംപാറ സ്വദേശി മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. മുണ്ടൂർ തൂതാപാതയിലായിരുന്നു അപകടം. PK ശശിയുടെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. സംഘടനയുടെ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് അമ്പലപ്പാറയിൽ തുറന്നു. അധികം വൈകാതെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപനമുണ്ടാകുമെന്ന് PK ശശി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.